SJ Gold Diamonds പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന ഒരു നഗാസ് ബ്രൈഡൽ സെറ്റാണ്. ബ്രൈഡൽ സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ മാലകൾ, വളകൾ, കമ്മല് എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു സെറ്റാണ് വരുന്നത്. നമുക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് പരിചയപ്പെടാം. അപ്പോൾ നമ്മളിതിൽ ഓരോരോ മാലകൾ പരിചയപ്പെടാം. ആദ്യത്തെ മാല വരെ നമുക്ക് 2.5 പവൻ 20 ഗ്രാമിലാണ് വരിക. ഇതിൽ നമുക്ക് നഗാസിന്റെ ഐറ്റാണ്, അതുകൊണ്ട് തന്നെ ലക്ഷ്മിയുടെ ഡിസൈനോട് കൂടിയിട്ടുള്ള മാലയാണ് വരിക. ഇതിൽ റെഡ് സ്റ്റോൺസ് വെച്ചിട്ടുള്ള കെമ്പ് റെഡ് കളറുള്ള സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഐറ്റാണ് വരിക. ഇത് ഫസ്റ്റ് നെക്കായിട്ടും സെക്കൻഡ് നെക്കായിട്ടും കയറ്റി ഇറക്കി ഇടാൻ പറ്റുന്ന കാറ്റഗറിയിൽ വരുന്ന മാലയാണ് ഇത് വരിക കേട്ടോ. നമുക്ക് ഇതിൽ വരുന്ന സെക്കൻഡ് നെക്ക് പരിചയപ്പെടാം. ഇത് വരെ നമുക്ക് 16 ഗ്രാം 2 പവനിൽ മാക്സിമം കാഴ്ചയിൽ പൊലിമയിൽ വരുന്ന മാലയാണ് ഇത് വരിക. ഇത് ലൈറ്റ് വെയിറ്റിലാണ് ചെയ്തേക്കണത്. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലോ ഫിനിഷിങ്ങിലോ ഒട്ടും കുറവ് വരാത്ത രീതിയിൽ അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ എപ്പോഴും വീഡിയോയിൽ പരിചയപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റും അതേ സെയിം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് തന്നെയാണ് വരിക. ഇത് 2 പവനിൽ സെക്കൻഡ് നെക്കായിട്ടും തേർഡ് നെക്കായിട്ടും ഫോർത്ത് നെക്കൊക്കെ ആയിട്ട് നമുക്ക് ബ്രൈഡൽ സെറ്റിൽ കയറ്റിയും ഇറക്കിയും ഇടാൻ പറ്റുന്ന കാറ്റഗറിയിൽ വരുന്ന മാലയാണ് വരിക. ഇതിൻ്റെ ഏറ്റവും താഴെ വരുന്നത് ഡബിൾ ലെയറിലാണ് വരിക. ഇത് വരിക നമുക്ക് 52 ഗ്രാമിലാണ് ചെയ്തത്. ഇതിലും നമുക്ക് നേരത്തെ പറഞ്ഞ 2 മാലകളിൽ പരിചയപ്പെട്ടിട്ടുള്ള പോലെ റെഡ് സ്റ്റോൺസ് വെച്ചിട്ടുള്ളത് തന്നെയാണ് ഇതും വരുന്നത്. ഇത് വരിക നമുക്ക് 6.5 പവൻ, അതായത് 52 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് മാലകളെല്ലാം കൂടി ആദ്യത്തെ മാല 2.5 വന്നു, തൊട്ട് താഴെയുള്ളത് നമുക്ക് 2 പവനിൽ വന്നു, അതിൻ്റെ താഴെയുള്ളത് നമുക്ക് 6.5 പവനിലാണ് മാലകൾ എല്ലാം കൂടി വന്നിട്ടുള്ളത്. താഴത്തെ മാല 6.5, തൊട്ട് മുകളിലുള്ളത് 2 പവൻ, അതിൻ്റെ മുകളിലുള്ളത് 2.5 പവൻ കേട്ടോ. വളകൾ ഓരോന്നായി പരിചയപ്പെടാം. ഇതിൽ വരിക നമുക്ക് 2, 4, 6 വളകളാണ് വരിക. തെറ്റത്ത് വരുന്ന വീതിയുള്ള വളകൾ വരിക നമുക്ക് 1.5 പവൻ വെച്ചിട്ടാണ് വെയിറ്റ് വരുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് സ്റ്റോൺസ് ഇല്ലാണ്ടുള്ള വളകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റിലാണ് വളകൾ ചെയ്തേക്കണം. മാക്സിമം കാഴ്ചയിൽ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിലാണ് ഈ എല്ലാ വളകളും ചെയ്തേക്കുന്നത്. നടുക്ക് വരുന്ന ഈ 4 വളകളും ഓരോ പവനിൽ 8 ഗ്രാം വെച്ചിട്ടാണ് പെടുന്നേക്കുന്നത്. 4ഉം കൂടെ നമുക്ക് 32 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ. ഇതും നമുക്ക് ലൈറ്റ് വെയിറ്റിൽ മാക്സിമം പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ അത്യാവശ്യം നമുക്ക് ഫംഗ്ഷനുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാവുന്ന, വളരെ ലൈറ്റ് വെയിറ്റ് എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ഉറപ്പോട് കൂടി തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, ഒപ്പം ഉറപ്പോട് കൂടിയിട്ട് തന്നെയാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിൽ വരാം, നമുക്ക് എല്ലാം കൂടെ നമുക്ക് ഇതിൽ വരാം. ഇത് വന്നു 1.5 പവനിൽ വെച്ചിട്ട് നമുക്ക് വന്നു 3 പവനിൽ വന്നു, ഇത് നമുക്ക് 4 പവനിൽ വന്നു, അങ്ങനെ 7 പവനിലാണ് വളയുടെ സെറ്റ് വന്നേക്കണേ കേട്ടോ. നമുക്ക് ഇനി ഇതിൽ വരുന്ന കമ്മൽ പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഇതിൽ വരുന്ന കമ്മൽ പരിചയപ്പെടാം. ജിമിക്കയാണ് വരിക. ഇത് വരെ നമുക്ക് ഒറ്റ സെറ്റിൽ വരുന്നത്, അതായത് നമുക്ക് സ്റ്റഡ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് വരുന്നത്. ഇതിൽ റെഡ് സ്റ്റോൺസോട് കൂടിയിട്ടുള്ളതാണ് വരിക. ഇത് വരെ നമുക്ക് 16 ഗ്രാമാണ്, 2 പവനിലാണ് വരുന്നത്. ഓരോ കാതിലേക്ക് 1 പവൻ എന്നുള്ള രീതിയിൽ 2 കാതിലും കൂടെ നമുക്ക് 16 ഗ്രാമിൽ 2 പവനിലാണ് വരിക കേട്ടോ. അത്യാവശ്യം നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്ര വലിപ്പം കൂടിയത് അല്ല. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ കല്യാണത്തിന് ബ്രൈഡ് സെറ്റ് എടുക്കുമ്പോൾ അല്ലാണ്ട് വലിപ്പമുള്ള എടുക്കുമ്പോൾ പിന്നീട് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് നമുക്ക് പിന്നീടും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ വരുന്ന 20 പവന്റെ ബ്രൈഡൽ സെറ്റ് പരിചയപ്പെട്ടുള്ളൂ. ഇതിൽ നമുക്ക് 3 മാലകൾ വന്നു, 1 ജോഡി കമ്മൽ വന്നു, 6 വളകൾ വന്നു. എല്ലാം കൂടെ നമുക്ക് 20 പവനിലാണ് ഈ സെറ്റ് വന്നേക്കുന്നത് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.